കൂഫ പള്ളിയിൽ. ബാങ്ക് വിളിച്ചിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, കുറച്ചാളുകൾ പള്ളിയിലുണ്ട്. എന്നാൽ ഏതായാലും വെറുതെ വർത്താനം പറഞ്ഞിരിക്കണ്ടല്ലോ, നമുക്ക് നല്ല കാര്യത്തിൽ ഇടപെടാം. ഒരുമിച്ച് കൂടി 10 ആള് ടീമായിരുന്നിട്ട് ഒരുത്തം പറയാ സബ്ബിഹു മിഅ സുബ്ഹാനല്ലാഹ് 100. അപ്പൊ എല്ലാവരും കൂടി സുബ്ഹാനല്ലാഹ് 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 100 വട്ടം ചൊല്ലും. അത് കഴിയുമ്പോ കബ്ബിറു മിഅ അല്ലാഹു അക്ബർ 100. അപ്പൊ എല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് 100 വട്ടം ചൊല്ലും. അവരിങ്ങനെ ചലിക്കലൊക്കെ പെറുക്കി ആ 100 കല്ലിങ്ങനെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഓരോ ചെല്ലുമ്പോ ഓരോ കല്ലിങ്ങനെ മാറ്റിവെക്കും. അങ്ങനെ ഈ കല്ലൊക്കെ പറയും ഇങ്ങോട്ടെത്തുമ്പോ 100 പൂർത്തിയായി, അടുത്ത ഇങ്ങോട്ട് വെക്കുമ്പോ വീണ്ടും 100 പൂർത്തിയായി. ഈ രംഗം കണ്ടുകൊണ്ടാണ് അബൂ മൂസാ അശ്അരി എന്ന സ്വഹാബി പള്ളിയിലേക്ക് വരുന്നത്. അദ്ദേഹം പള്ളി വന്നപ്പോൾ ഇതാ കാണുന്നത്. അദ്ദേഹം വെച്ച് എന്താ റബ്ബേ കാണുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഇബാദത്ത്. അബൂ മൂസാ അശ്അരി മനസ്സിലാക്കി. ഇബ്നു മസ്ഊദ് തൊട്ടപ്പുറത്തെ താമസം. ഇബ്നു മസ്ഊദ് ഇപ്പൊ പള്ളിയിലേക്ക് വരും ബാങ്ക് വിളിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇബ്നു മസ്ഊദ് പറയാണ്, അതിൽ കുറച്ചുകൂടി ഒരു ആധികാരികത ഉണ്ടാവും. അബൂ മൂസാ അശ്അരി നേരെ പള്ളിയിൽ ഇറങ്ങി ഇബ്നു മസ്ഊദിനെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്ക് ബാങ്ക് വിളിച്ചു. ഇബ്നു മസ്ഊദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പള്ളിക്ക് വരാൻ വേണ്ടി. അബൂ മൂസാ അശ്അരി പറഞ്ഞു, ഞാൻ പള്ളിയിൽ വല്ലാത്തൊരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് നീ അവരോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, നീ അവരോട് പറയുക, ഉദ്ദു സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ എണ്ണി കണക്കാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞേക്കുക എന്ന് പറയുകയും ഇബ്നു മസ്ഊദ് ദേഷ്യപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരികയും അവിടെ വന്നപ്പോഴും ആ സംഘം അവിടെയുണ്ട്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, യാ ഉമ്മത മുഹമ്മദ് വൈലക്കും, മുഹമ്മദ് ഇവിടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, മാ അസ്റഅ ഹലകതികും, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് നശിച്ചു പോകുന്നത്. ഹാദിയ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവഫിറൂന, നബി ഞങ്ങളുടെ സ്വഹാബിമാരിതാ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ സ്വഹാബത്തൊന്നും മരിച്ചു കഴിഞ്ഞിട്ടില്ല. സ്വഹാബിമാർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നബി ഞങ്ങളുടെ പാത്രങ്ങൾ പോലും പൊട്ടിപ്പോയിട്ടില്ല. നബി ഞങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് പോലും അത് നശിച്ചു പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ മതത്തിൽ പുതിയ കാര്യം ഉണ്ടാക്കുകയാണോ? സ്വഹാബത്ത് മരിച്ചിട്ടില്ല, നബിയുടെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, നബി ഞങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് പോലും പൊട്ടിപ്പോയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ മതത്തിലേക്ക് പുതിയ കാര്യം ഉണ്ടാക്കുകയാണോ? ഔ ഫുഖ്തും അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ല മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരെക്കാളും മേലെ പോകാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇവരാണെങ്കിലോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചതല്ല. അവരാകെ പേടിച്ചു പോയി. അവരെ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ മതത്തിലുണ്ടാക്കാൻ വിചാരിച്ചതല്ല, അങ്ങനത്തെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല, ഒരു ഖൈറായ കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലാ യനാലുഹാ, എത്ര ആളുകളാണ് ഉദ്ദേശം ഖൈറാണ്, പക്ഷെ ആ ഖൈർ അവർക്ക് ലഭിക്കുകയില്ല. അദ്ദേഹം താക്കീത് ചെയ്തു. അദ്ദേഹം ഇനി എങ്ങനെ ആവർത്തിച്ചാൽ ഈ പള്ളി അടക്കം ഞാൻ പൊളിച്ചു കളയുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു എന്ന് വരെ കാണാം റിപ്പോർട്ടുകളിൽ.